ഹായ്, ഐ എം സിജ്ന ഹിയർ, ഹീലിംഗ് എക്സ്പേർട്ട് ആൻഡ് മൈൻഡ് കോച്ച്. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. വൈ ആർ യു റിയലി ഗെറ്റിംഗ് ടയേർഡ്? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴും? നമ്മൾ എപ്പോഴാണ് വളരെയധികം ക്ഷീണിതരാവുന്നത്? അത് കുറേ പേര് പറയും നമ്മൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്താണ്. മറ്റു ചിലർ പറയും എനിക്ക് ഉറക്കം കിട്ടാനാണ്, തലേ ദിവസം ഞാൻ ഉറങ്ങിയില്ല അതുകൊണ്ട് ഞാൻ ക്ഷീണിക്കുന്നതാണ്. പിന്നെ പറയും നമ്മള് ശരീരത്തിന്റെ പല അസ്വസ്ഥതകൾ കാരണം ഞാൻ ടയേർഡായി പോകുന്നതാണ്. മെജോറിറ്റി അങ്ങനെ ആവാം. പക്ഷെ ഒരു പരിധി വരെ നമ്മളുടെ മനസ്സിന് ക്ഷീണം ബാധിക്കുമ്പോഴാണ് വി ആർ റിയലി ഗെറ്റിംഗ് ടയേർഡ് എന്ന് പറയുന്നത്. നമ്മളുടെ മനസ്സിന് ക്ഷീണം വരുന്ന സമയത്ത് നമ്മൾ എത്ര ഉറങ്ങിയിട്ടും എന്തെന്ന് ചെയ്തിട്ടും നമുക്ക് കാര്യമില്ല. കാരണം നമ്മളുടെ എനർജി അപ്പോഴും ലോ ആയിക്കൊണ്ടിരിക്കും. നമ്മള് മനുഷ്യർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അല്ലെ? പലരും ആഗ്രഹങ്ങളൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ളവരായിരിക്കാം. മറ്റു ചിലര് പല ആഗ്രഹങ്ങളും ഉള്ളിലൊതുക്കി ആ ഒരു പരാജയങ്ങളെ ഏറ്റുവാങ്ങിയവരായിരിക്കാം. എനിക്കൊന്നും ചെയ്യാനായില്ലല്ലോ, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള രീതിയിൽ തോൽവികൾ വീണ്ടും വീണ്ടും ഏറ്റുവാങ്ങിയവരായിരിക്കാം. ഇപ്പൊ എന്റെ മുന്നിലിരുന്ന് വീഡിയോ കാണുന്ന നിങ്ങളിൽ ചിലരും അങ്ങനെയുള്ളവരായിരിക്കാം. ചുറ്റിലും കാണുന്നവരെ ഹാപ്പി ആയിട്ട് അവരോട് നിറപുഞ്ചിരിയോടെ നിന്നുകൊണ്ട് നമ്മളുടെ ഉള്ളിലെ വേദന റിലീസ് ചെയ്യാൻ കഴിയാതെ മറ്റൊരാളോട് തുറന്നു പറയാതെ സ്വന്തമായിട്ട് തന്നെ മുറിവേൽപ്പിക്കുന്ന കുറെ പേരുണ്ട്. മറ്റു ചിലരെന്ന് പറയുമ്പോൾ സ്വന്തങ്ങൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയും ഹൈഡ് ചെയ്ത് വെക്കും. നമ്മളുടെ പ്രശ്നങ്ങൾ അത് എൻ്റെ മാത്രം പ്രശ്നങ്ങളാണ്, എനിക്കത് മറ്റൊരാളോട് പറഞ്ഞ അയാൾക്കതിന് സൊല്യൂഷൻ കണ്ടെത്തി തരാനാവൂ എന്നുള്ള രീതിയിൽ അവർക്ക് മറ്റുള്ളവരെന്നെ മനസ്സിലാക്കൂ എന്നുള്ള ഭയത്തോടു കൂടി എല്ലാം ഹൈഡ് ചെയ്ത് വെക്കുന്നവരുണ്ടാവും. സ്വന്തമായിട്ട് നീറ്റിലേറ്റെടുക്കുന്നവർ. ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഹീലിംഗ് എന്നുള്ളത് ഒരു പ്രോസസ് ആണ്. ദ ഫോർഗെറ്റ് ഇറ്റ് എന്ന വാക്കിൽ ആരംഭിക്കുന്ന ഒന്നല്ല ഹീലിംഗ് എന്നുള്ളത്. എന്താണ്? ഫീൽ ഇറ്റ് എന്നുള്ള വാക്കിൽ നടക്കുന്ന ഒരു പ്രോസസ് ആണ് ഹീലിംഗ് എന്നുള്ളത്. നമ്മള് നമ്മളെ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളെ മനസ്സിലാക്കാനായിട്ട് ആരെങ്കിലും, നമ്മൾ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ നമ്മളെ മനസ്സിലാക്കാനായിട്ട്? നമുക്ക് വേണ്ടി കുറച്ച് സമയം, നമ്മൾ എന്താണെന്നുള്ളത് ചിന്തിക്കാൻ വേണ്ടി കുറച്ച് സമയം എപ്പോഴെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കുക. എങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കുക. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലാണോ എവിടെ ആയിക്കോട്ടെ നിങ്ങൾക്ക് കംഫേർട്ട് ആയിട്ടുള്ള ഒരു നല്ല ഒരു പൊസിഷൻ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് കംഫേർട്ട്, നിങ്ങളുടെ ബെഡ്റൂം ആണോ, നിങ്ങൾക്ക് കംഫേർട്ട് ആയിട്ടുള്ള ഒരു പൊസിഷൻ തിരഞ്ഞെടുക്കുക. ഒരു പ്ലേസ്, ആ ഒരു പ്ലേസിലിരുന്ന് നിങ്ങൾക്ക് കംഫേർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുക. എന്നിട്ട് 3 തവണ നിങ്ങൾ ദീർഘശ്വാസം എടുക്കുക. പതിയെ നിങ്ങളെ കണ്ണുകൾ അടക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഒരേ സ്വരത്തെ നിങ്ങളോട് തന്നെ ചോദിക്കാം, ശരിക്കും നിനക്ക് എന്താണ് വേണ്ടത്? ശരിക്കും നിനക്ക് എന്താണ് വേണ്ടത്? റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം. എവിടെയാണ് നീ തളർന്നു പോകുന്നത്? കൂടെ പോസിറ്റീവായിട്ടുള്ള ഒരു അഫർമേഷനും കൊടുക്കുക. ഞാൻ വളരെ കരുത്തേറിയതാണ്, ഞാൻ വളരെ കരുത്തേറിയതാണ്, എനിക്ക് നിന്നെ തിരിച്ചറിയാനാവും, ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു, നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഇങ്ങനെയുള്ള അഫർമേഷൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഉത്തരം അതിൽ നിന്നും ലഭിക്കും. ഈ ഒരു ഹീലിംഗ് പ്രോസസ്സ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ ഒരു റൂട്ടീനായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളെ മനസ്സിലാക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യുന്നത് ഹീലിംഗ് ഈസ് ഓൺലി ദ സ്റ്റെപ്പ് 1 എന്ന് പറയാം. ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് ഹീലിംഗ് എന്നുള്ളത്. ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്യുന്ന, നിങ്ങളോട് ചെയ്യുന്ന ബിലീവ് ഇൻ യുവർ സെൽഫ്. ഫസ്റ്റ് നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുക. എന്നിട്ട് നിങ്ങളുടെ ലൈഫിന് വേണ്ട സക്സസിലേക്ക് നിങ്ങൾ പ്രയത്നിച്ചു തുടങ്ങുക. എനിവേ, ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.